ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ വരുവാണല്ലോ. അപ്പം ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ താറാവ് വരട്ടിയതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. രാവിലെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ഒന്നാം തരം ഒരു താറാവ് വരട്ടിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ താറാവ് വരട്ടിയത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ, 3 to 4 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചേർക്കേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വലിയ വെളുത്തുള്ളി കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഒരുപാടുള്ള പോലെ തോന്നുന്നത്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കീറിയിട്ടുള്ള പച്ചമുളകാണ്, ഞാനൊരു 3 എണ്ണം ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കൊരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഡിസംബർ അവസാനം ആയതെങ്കിലും ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോഴേ വേനൽ തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് നല്ല മഴക്കോളുണ്ട് ഉണ്ടോ, നല്ല കാർമേഘമുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കിത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കാം. ഇച്ചിരി ഒരു 4 മണിയൊക്കെ ആവുമായിരിക്കും മഴ പെയ്യാൻ. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് താറാവിനൊക്കെ കുറച്ച് വില കൂടുതലാണ്. ഇപ്പോൾ ഒരു താറാവിന് 400 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അത് ഏകദേശം വൃത്തിയാക്കി പീസാക്കിയൊക്കെ തന്നപ്പം 600 ഗ്രാം ഉണ്ട് ആ താറാവ്. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട. നമുക്കിനി ഇതിൻ്റെ അകത്തിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള താറാവ് ഇറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. 600 ഗ്രാമുണ്ട് താഴേക്കില്ലേ, 100 ഗ്രാമും കൂടി കൂടുതലുണ്ട്. താറാവ് ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കഷ്ണം കുടംപുളി ഒന്ന് കഴുകിയെടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയ്ക്ക് ഉപ്പിട്ടതാണല്ലോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. നമ്മളെ കുറുകിയ തേങ്ങാപ്പാൽ വേണം ചേർക്കാനായിട്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഈ കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഈ താറാവ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 വിസിലാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും 4 വിസിലിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ആ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം. ഇത് നാടൻ താറാവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു 4 വിസിലെങ്കിലും നന്നായിട്ട് കേട്ടാലേ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇത് ജാതിക്കായാണ് കേട്ടോ. ഒരു ജാതിക്ക ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ താറാവൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇടേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുക്കർ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, ഇത്രയും വെളിച്ചെണ്ണ മതിയാവും. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ഏകദേശം ഒരു കപ്പോളം ചെറിയ ഉള്ളിയാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രഷ് കറിവേപ്പിലയാണ്, ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. മഴയൊക്കെ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ താറാവ് ചേർത്ത് കൊടുക്കാം. താറാവ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ജാതിക്കയില്ലേ, ആ തോട് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള സാധനം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ജാതിക്ക ഒരുപാട് നമുക്ക് ആവശ്യമില്ല, ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരെണ്ണം അതിൻ്റെ തോട് കളഞ്ഞിട്ട് ആ അകത്തുള്ളത് മാത്രം ഒന്ന് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ താറാവ് വരട്ടിയതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇന്ന് ചേർക്കാൻ പോവുകയാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് കുറച്ച് എരിവുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വരട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. കുറവാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ താറാവൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വരട്ടി എടുത്താൽ മതിയാവും. ഇത് പ്രത്യേക ടേസ്റ്റായിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള താറാവിൻ്റെ അതേ ടേസ്റ്റ് അല്ല, നമ്മളെ ജാതിക്കായൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിതിന്. ഇനിയും ട്രൈ ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഒരു പരുവത്തിൽ ഓഫാക്കുവാണ്. ഈ ന്യൂ ഇയറിൽ എല്ലാവരും ഈ ഒരു താറാവിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.